ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരള PSC നിലവിൽ വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തസ്തികയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി അവരോട് പോകുന്നതിന് മുമ്പ് PSC സംബന്ധമായിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ആമുഖമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിലവിൽ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുവാൻ സാധിക്കാതെ, അതായത് സെർവർ ബിസി എന്ന് കാണിക്കുന്ന ഒരു സാഹചര്യം പറഞ്ഞിരുന്നു. വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിലവിലത്തെ സാഹചര്യത്തിൽ കേരള PSC LDC ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട തസ്തികയുടെ ലാസ്റ്റ് ഡേറ്റ്, അതായത് ഇന്ന് ജനുവരി 3-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരേ സമയം PSCയുടെ വെബ്സൈറ്റിൽ കയറുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നേരിടുന്നത്. മാത്രമല്ല LPSA, UPSA ഉൾപ്പെടെയുള്ള മറ്റു പ്രധാനപ്പെട്ട തസ്തികകളുടെയും PSC നോട്ടിഫിക്കേഷൻ നേരത്തെ വിളിച്ചതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു സമയത്ത് വെബ്സൈറ്റിൽ കയറി അപേക്ഷ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം നേരിടുന്നത്. കൂടാതെ മറ്റു ഉദ്യോഗാർത്ഥികൾ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി, അതായത് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ ചില ഉദ്യോഗാർത്ഥികൾ ചില സമയങ്ങളിൽ പെയ്ഡ് വേർഷൻ കാണിക്കുന്നതുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്യാൻ സാധിക്കാത്തൊരു അവസരം പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആമുഖമായിട്ട് പറയാനുള്ളത് മറ്റൊരു സോഫ്റ്റ്വെയർ കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അതായത് നേരത്തെ ഉപയോഗിച്ചതിന് ശേഷം വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് മൊബി PSC എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. അതായത് ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ ജസ്റ്റ് MOBI PSC എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്ക് ടിക്ക് ബോക്സൊക്കെ കൃത്യമായിട്ട് ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ മൊബൈൽ ഫോൺ വഴി തന്നെ സാധിക്കും. കൂടാതെ ഈ ഒരു വെബ്സൈറ്റ് ഓണേഴ്സ് കൃത്യമായിട്ട് PSCയുടെ ലിങ്ക് ഡയറക്റ്റ് ലിങ്കിലോട്ട് പ്രവേശിക്കുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻ, അതേപോലെ തന്നെ ആൻസർ കീ, റാങ്ക് ലിസ്റ്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തുടങ്ങിയ ലിങ്ക് ഡയറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് PSCയുടെ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലോഗിൻ ചെയ്യുവാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ലോഗിൻ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് PSCയുടെ പേജിലോട്ട് പോകുവാനും നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ആക്സസ് കോഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഏതാണോ വിളിച്ചിട്ടുള്ളത് അതിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ സ്റ്റേറ്റ് വേർഡാണ്, സ്റ്റേറ്റ് വേർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നിങ്ങൾ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ ബോക്സും ടിക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇൻ കേസ് ഡയറക്റ്റ് ടിക്ക് ചെയ്യുവാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നാൽ നിങ്ങൾക്കിവിടെ മൗസിൻ്റെ കേസർ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു മൗസ് കേസർ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ആ ബോക്സിന് നേരെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റ് ഞാൻ കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ PSCയുടെ വെബ്സൈറ്റ് വളരെയധികം ബിസി ആയതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ പരമാവധി രാത്രി സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ മറ്റൊരു കാര്യം, ഇന്നത്തെ LDCയുടെ ഇനി ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇന്ന് നിങ്ങൾ രാത്രിയുടെ ഉള്ളിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അതോടൊപ്പം തന്നെ ജനുവരി 31 വരെയുള്ള അപേക്ഷ സമയമുള്ള PSCയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നാളെ മുതൽ കൊടുത്താൽ കൃത്യമായിട്ട് എളുപ്പത്തിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തിരക്ക് പിടിച്ച് നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 31 വരെയുള്ള ഒരുപാട് തസ്തിക നേരത്തെ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ഈ ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രധാനപ്പെട്ട ഒരു തസ്തികയെക്കുറിച്ച് പരിചയപ്പെടുത്താം. അതായത് നെയിം ഓഫ് പോസ്റ്റ് ശ്രദ്ധിക്കുക, സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ERA ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചിട്ടുള്ളതാണ്. ഏറ്റവും നല്ല സ്കോപ്പുള്ള, അതായത് 51,400 മുതൽ 1,10,300 വരെ സാലറി ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. അപ്പോൾ ഈ ഒരു തസ്തികയുടെ കാറ്റഗറി നമ്പർ 571/2023. നിങ്ങൾ ജസ്റ്റ് പ്രൊഫൈൽ കയറി നിങ്ങൾ ഏറ്റവും താഴെയുള്ള നോട്ടിഫിക്കേഷൻ്റെ ആ നമ്പർ ഡയറക്റ്റ് കൊടുത്താൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 31/1/2024 വരെ സമയമുണ്ട്. അതുകൊണ്ട് തിരക്ക് പിടിച്ച് അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതായത് ഡിഗ്രിയാണ്, UGC അംഗീകരിച്ച ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ഡിഗ്രിയാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിൽ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു തസ്തികയിലൂടെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ രീതിയിൽ തന്നെ 18 മുതൽ 36 വയസ്സ് വരെയാണ്. SC/ST വിഭാഗക്കാർക്കും അതേപോലെ OBC-ക്കാർക്കും വയസ്സുള്ളതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രിയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഏറ്റവും സാധ്യതയുള്ള ഒരു തസ്തിക തന്നെയാണ്. കാരണം തുടക്കത്തിൽ തന്നെ 51,400 സാലറി ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തിക. നിലവിൽ ഉദ്യോഗാർത്ഥികൾ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി 31 തന്നെ അപേക്ഷ കൊടുത്ത് പ്രിപ്പറേഷൻ തുടങ്ങുക. കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ക്വാളിഫൈഡായി നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PSC സംബന്ധമായിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.